ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു റിലേഷൻഷിപ്പിൽ സ്പാർക്ക് നിലനിർത്താൻ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അവൾക്ക് നിങ്ങളോട് സ്പാർക്ക് അടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗേൾസിന് നിങ്ങളോട് സ്പാർക്ക് തോന്നാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒരു റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പാർക്കൊക്കെ തോന്നിയിരുന്നു. ഇപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പഴയതുപോലെ ഒരു സ്പാർക്കൊന്നും തോന്നുന്നില്ല. ഇനി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയൊരു 3 ടിപ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സർപ്രൈസസ് ആണ്. അതായത് ചെറിയ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ കിട്ടുമ്പോൾ അവൾക്ക് നിങ്ങളോട് സ്നേഹം കൂടുകയും ഒരു സ്പാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇടയ്ക്ക് വീണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ഈ സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതായത് നിങ്ങൾ സർപ്രൈസ് ആയിട്ട് അവരെ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവരുടെ ഉണ്ടാവുമല്ലോ, ആ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുക. അങ്ങനെ അവർ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അവരെ ആകെ അങ്ങോട്ട് എക്സൈറ്റഡ് ആകുകയും അതൊരു അറ്റാച്ച്മെന്റും സ്പാർക്കും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇനി സ്പാർക്ക് തോന്നുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു സർപ്രൈസസും കുഞ്ഞു കുഞ്ഞു വിസിറ്റുകളും അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം സ്പെൻഡ് ചെയ്യുക എന്നതാണ്. രണ്ടുപേരും കുറേ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നും മാറ്റിവെക്കുക എന്നതാണ്. ഇപ്പൊ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്ന് പറയുക. അതിപ്പോൾ നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ആവാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാവാം, നിങ്ങളുടെ ഗോൾസ് ആവാം, അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി അത് അവരോടൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു മെമ്മറി നിങ്ങൾ എപ്പോഴും അവരുമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തമാശകൾ പറയുകയും ചെറിയ ചെറിയ വാക്കിങ്ങിനൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു അറ്റാച്ച്മെന്റ് കൂടുതലായിട്ടും കൂടത്തേ ഉള്ളൂ. അത് നിങ്ങളെ അങ്ങോട്ട് അടുപ്പിക്കാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുപ്പിക്കുക എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കുക എന്നല്ല, മനസ്സുകൾ തമ്മിൽ ചേർക്കാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ കാണാൻ പറ്റാത്തവരാണെങ്കിൽ ഡെയിലി ഫോൺ വിളിക്കുക. എല്ലാ കാര്യങ്ങളും, അതായത് അന്ന് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത്. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഡെയിലി നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള കുറച്ച് ടൈം മാറ്റി വെച്ചോണം. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിൽ നടന്ന നല്ല കാര്യങ്ങൾ, ചീത്ത കാര്യങ്ങൾ, എന്ത് തമാശകൾ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നും ഡിസ്കസ് ചെയ്തിരിക്കണം. അങ്ങനെ എന്നും നല്ല നല്ല മെമ്മറീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ഇടയ്ക്ക് നല്ലൊരു സ്പാർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വേണം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുകയും അവരെ ഇവരെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയും അങ്ങനെ ലാസ്റ്റ് വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നാൽ മതി. പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, റിലേഷൻഷിപ്പ് ഉള്ളവരും ഇനി റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന ഫ്രണ്ട്സും, അങ്ങനെയുള്ള ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ ഷെയറിംഗ് ആണ്. അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അവരുടെ സന്തോഷങ്ങളിൽ മാത്രമല്ല സങ്കടത്തിൽ നിങ്ങൾ എപ്പോഴും ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്പാർക്ക് നിലനിർത്താൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതായത് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചറിയുക. പിന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ സജഷൻസ് എന്തെങ്കിലും നിങ്ങളുടെ സൈഡിലുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ അവരുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ഈ സ്പാർക്ക് എന്നും നിലനിൽക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ, വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.